നാളെ അവന് ഈ പറഞ്ഞ കുട്ടികൾക്ക് എന്തെങ്കിലും, അതായത് ഈ മാറി നിന്നിരുന്ന കുട്ടികള് അവരെ ഇങ്ങനെ എന്താ പറയാ ഒരുപാട് ഈ മീഡിയാസിന്റെ മുന്നിലും ഇതിന്റെ മുന്നിലും ഇങ്ങനെ നാണം കെടുത്തിയിട്ട് നാളെ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് അത് ഞങ്ങൾക്ക് പോയില്ലേ. അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം, തീർച്ചയായും ശിക്ഷിക്കണം. അതിപ്പോ എന്റെ മകനായാലും ആരെ മകനായാലും ശിക്ഷിക്കട്ടെ, പക്ഷെ ചെയ്യാത്തവരെ ശിക്ഷിക്കരുത്. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ ഈ അയച്ച വീഡിയോയ്ക്ക് അകത്ത് എന്തെങ്കിലും ഒരു ശരിയുണ്ടെങ്കിൽ മാഡം ഇതൊന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ശ്രീഷ്ണവാണ് എന്റെ മകൻ. ആ കുട്ടിയോ അല്ലെങ്കിൽ മറ്റു കുട്ടികളോ ഇതില് ചെയ്തവരുണ്ട്, ഇല്ലെന്നല്ല. മറ്റേ കുട്ടിയെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഫോട്ടോസ് വെക്കാല്ലേ. ഇത് നോക്കൂ, ഇത് മൊത്തം ചെയ്യാത്ത കുട്ടികളുടെ ഫോട്ടോ. അതിനകത്ത് ഈ രാജേഷാണ് അതിനകത്ത് ആ കുട്ടീനെ അടിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കുട്ടികളൊന്നും ആ കുട്ടീനെ തൊട്ടിട്ടില്ല. ഇതിൽ മെയിൻ ആയിട്ട് ഒരു സഗിൽ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവനാണ് ഈ കുട്ടീനെ, അവനും ഈ രാജേഷുമാണ് അടിച്ചിട്ടുള്ളത്. പക്ഷെ ഈ സഗിലിന്റെ ഒരു പേരോ ഒന്നും ഇതിനകത്തില്ല. അപ്പൊ നമ്മളത് അന്വേഷിക്കണ്ടേ? അങ്ങനെ കിട്ടിയവനെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്ന് പറയുന്ന പരിപാടി ഇവിടെ നടക്കാൻ പാടില്ലല്ലോ. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കുക തന്നെ വേണം. അതിപ്പോ എന്റെ മകനായാലും ആരായാലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുത്തോട്ടെ, അതിലൊരു ബുദ്ധിമുട്ടുമില്ല. ഈ വീഡിയോ നോക്കൂ, ഇതിനകത്ത് വിലങ്ങ് വെച്ച് കൊണ്ടുവന്നത് മൊത്തം കാണിക്കുന്നത് എന്റെ മകനെയൊക്കെയാണ്. ഇതിനകത്ത് ചെയ്തവനില്ല. നോക്കിയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ശരിയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം റിയാക്ട് ചെയ്താൽ മതി. സിമ്പിൾ. അവരെനിക്ക് അയച്ചു തന്നതാണ്. എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം അവർ പറഞ്ഞത് തന്നെയാണ്. സഗിൽ എന്ന് പറയുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ക്രൈം ചെയ്തിരിക്കുന്നത്. പക്ഷെ സഗിലിന്റെ ഫോട്ടോ മിസ്സിംഗ് ആണ്, സഗിലിന്റെ എന്ന് പറയുന്ന വ്യക്തി മിസ്സിംഗ് ആണ്. ഈ 4 പേരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവരെ 4 പേരെയും പിടിച്ചിട്ട് കേസ് ക്ലോസ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാരണം മറ്റേ ആളെ കിട്ടിയില്ലല്ലോ. 5ാമത്തെ ആളെ കിട്ടാതെ എങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുക? മൊത്തം ആളെ കിട്ടണ്ടായോ? ആ പയ്യൻ എന്താ ഓടി ഒളിച്ചോ? ഇല്ല. അപ്പം ഇത് കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യഥാർത്ഥ പ്രതിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കണ്ടു നിന്നവർക്ക്, അതായത് അവിടെ ഏറ്റവും ക്രിമിനൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നടത്തിയ പയ്യനെ മാറ്റി നിർത്തിക്കൊണ്ട് പോലീസ് ചെയ്യുന്ന പ്രഹസനമാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ അത് ശരിക്കും നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ടതാണ്. തൃശ്ശൂർ നടന്ന ഈ ഒരു സംഗതി ഇത് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു കുട്ടീനെ പിന്നെ വളരെ ക്രൂരമായിട്ട് ആക്രമിച്ചതാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനാണ് ഇത്. ഇതിന്റെ ഒരു നിജസ്ഥിതി അറിയാൻ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറയുന്ന സിഗിലിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? സിഗിലാണ് ഇതിനകത്തുള്ള ഏറ്റവും